അന്നാടാ വീട്ടിൽ വന്നപ്പോ പറയായിരുന്നില്ലേ? അന്നേരം കുറെ പറയണമെന്ന് വിചാരിച്ചിനി. പിന്നെ പറയണോ വേണ്ടോന്നൊരു സംശയം. പിന്നെ ഉറപ്പിച്ചു. പവിയേട്ടാ, പറഞ്ഞോ? ഒരു കല്യാണം മുടക്കി തരൂ. ആരുടെ? എന്തിന്? എന്റെ അനിയത്തിന്റെ. സ്വന്തല്ലാണ്ട് ഞാൻ മുടക്കാൻ പറയോ? അല്ല, എനിക്ക് അങ്ങോട്ട് തിരിയുന്നില്ല. ഓക്ക് കുറച്ചായിട്ട് ഒരു ഇഷ്ടമുണ്ട്. പക്ഷെ കുറച്ചു ദിവസം മുന്നേ ഒരു ആലോചന വന്നിന്. അച്ഛൻ ഏകദേശം ഉറപ്പിച്ച പോലെയാണ്. ഞാൻ എന്റെ ഓരോ കല്യാണം മുടക്കുമ്പോൾ ഓക്കാണ് ആശ്വാസം. ഈ കല്യാണം മുടക്കലെല്ലാം മോശല്ലേ? നമ്മൾ തന്നെ എല്ലാം തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് വീട്ടിലെ ആണുങ്ങൾ ചെയ്യുന്നത് മോശമല്ലേ? അല്ലേ? അത് ശരിയാന്ന്. പക്ഷെ എന്നാലും ഈ സൊസൈറ്റിയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്തതെന്നാണ് എന്റെ ഒരു തിയറി. ഏത്? പാൽ സൊസൈറ്റി? പാൽ സൊസൈറ്റി അല്ല, നമ്മളെ സൊസൈറ്റി. എല്ലാരും ഇല്ല, അവിടെ ഇത് മോശമല്ലേന്ന്. അതിലോളുവനും ഞാനൊന്നും പെടൂലേ? പെടും. നിങ്ങ പെടൂലേ? പെടും. അത് ഞാനത് മുടക്കിയാലും പെടുവല്ല. അല്ല, നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് ഒരു ആഗ്രഹമില്ലേ? അതിപ്പോ ആരെ കല്യാണം കഴിക്കണു? നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ ഇല്ലയോ? അല്ല, അതിപ്പോ മുടക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയണമെന്നൊന്നുമില്ല. അതിപ്പോ അല്ലെങ്കിലും സുചിയുടെ സഹായം ചോദിച്ചാൽ നമ്മൾ ചെയ്തിരില്ലേ? ഈ സ്നേഹത്തിന് ഒരർത്ഥം മാത്രമല്ലല്ലോ. എനിക്ക് നിങ്ങളോട് ഇപ്പൊ ഇല്ലതിന് ഒരർത്ഥയില്ലോ. പക്ഷെ അത് നടക്കണമെങ്കിൽ എനിക്ക് ഓളെ കാര്യത്തിൽ ഒരു സമാധാനം വേണം. ഓളെ പ്രേമം നടത്തി കൊടുക്കണം. കാര്യായിട്ടാ? ഇനിയും പ്രായം കൂടിയാ പ്രേമിക്കാൻ ഒരുപാട് സമയം പോവും. അതുകൊണ്ട് ഒരു വഴി ഉണ്ടാക്ക്. ബാക്കിയെല്ലാം മാറ്റി വെച്ചേ. എനിക്കിതുവരെ ഒരു യുഗ്മഗാനം പാടാനുള്ള അവസരം കിട്ടിയിട്ടില്ല. സുജി, ക്യാൻ യു പ്ലീസ് ജോയിൻ മീ? പിള്ളേരുടെ അടുത്ത് നിട്ടിയായിരിക്കും അല്ലേ? ആൾക്കാരെല്ലാം വന്നു തുടങ്ങി. ഞാനൊന്ന് പോന്നേ. ശരി. സുജി, അനിയത്തിയുടെ പേരെന്തെന്ന് പറഞ്ഞേ? പറയാണ്ട് നമ്മ വിടൂല ബിബീഷേ. ആക്ച്വലി ഏത് സൈഡിൽ നിന്നാ പാര വരുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ച് രഹസ്യമാക്കി വെച്ചിനി. എന്തോടായിപ്പണ്ടാ പിയേട്ടാ, അല്ലാണ്ട് വെറുതെ ഇവനിങ്ങനൊന്നും ചെയ്യില്ല. എന്തുടായിപ്പ്? വെൽ, ആക്ച്വലി ഞാനും ഓള് ഒരുമിച്ച് നിങ്ങളടുത്ത് പറയാൻ നിൽക്കായിരുന്നു. ഈ ഓക്ക് പേരില്ലേ? ഉണ്ട്. എന്നാ മൊഴി? നിങ്ങ അറിയും. ചന്ദ്രിക. ഏത്? നമ്മുടെ എയ്യനാട് ഹോട്ടലിലടുത്തുന്ന രവിയേട്ടന്റെ ഓളന്നെ ചന്ദ്രിക രവീന്ദ്രൻ. ഹാപ്പിയില്ലേ? അഭിയേഷ് കുതിച്ചു നടന്നത് നിന്നുടെ പിന്നാലെ. അക്കരെ നിക്കണ ചക്കര മാവിലെ മാമ്പഴ പെണ്ണലെ മുഞ്ചുള്ള പെണ്ണലെ ഇക്കരെ നിക്കണ നമുക്ക് കളനെ മൈൻഡാക്കില്ലേ? എങ്കിലും ചന്ദ്രികേ എല്ലാം തിന്നണേ ബ്ലാക്കി. എന്തെന്നാ നായി മാടായിക്ക് പോയ പോലെ തിരിച്ചു വന്നിനി? ഓർത്ര വിളിച്ചണ? പിന്നെ ഞാൻ പാട്ടും പാടി നടത്തണം. വിചാരിച്ചാലും നിനക്ക് പാടാൻ കഴിയില്ലല്ല. എന്തോ ഉണ്ടല്ലോ. അതെ, മനുഷ്യനാവുമ്പോ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെല്ലായിടത്തും വിളമ്പാൻ പറ്റൂല. സത്യം പറയടാ, ആ പിള്ളേർ നിന്നെ അടിച്ചിനാ? നിങ്ങളെ പൂട്ടാനുള്ള വഴി ഞാൻ കണ്ടുവച്ചു. ഏതായാലും മംഗലം കഴിക്കുന്ന കാര്യമല്ലല്ലോ. ആണെങ്കിലാ നിനക്ക് പെണ്ണ് കിട്ടുന്നതും കോയിക്ക് മല. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. വെറുതെ അല്ലേ ഇളയപ്പ നേരത്തെ നാട് വിട്ടു പോയത്. നല്ല ദീർഘവീക്ഷണമുള്ള ആളാണ്. അപ്പൊ നിന്റെ അച്ഛൻ അത് ഉണ്ടായിട്ടേ ഉണ്ടാവൂലല്ലോ. ഞാൻ തോറ്റു പോരെ. അതന്നെ എപ്പോഴും തോക്കലല്ലേ. വെളിച്ചെണ്ണ കിട്ടിയില്ലേ? പപ്പടം കാച്ചു. എനക്ക് വശക്കും. അത് പറയാൻ മറന്നു. പപ്പടം കഴിഞ്ഞു. അബേട്ടാ, എണീക്കാ ബേട്ടാ.
എന്തെങ്കിലും ഒന്ന് പറ ബേട്ടാ, സ്പീക്കപ്പ്. അബേട്ടാ, ഞാൻ മൊത്തത്തിലൊന്ന് ബ്രീഫ് ചെയ്തുതരാം. 13 കൊല്ലായിട്ട് നിങ്ങ നോക്കിയ പെണ്ണിനെ ഈ ചങ്ങായി വെറും 13 സെക്കൻഡ് കൊണ്ട് അടിച്ചെടുത്ത്. അത് കേട്ടതും ചക്ക വെട്ടിട്ട പോലെ നിങ്ങ വീണ്. നിങ്ങ എണീക്കോ ഇല്ലയോ എന്ന് നോക്കി നിൽക്കേ ഞങ്ങ. കിട്ടിയാ? കിട്ടിയാ? ബോധം വന്ന് കരഞ്ഞ്. മെമ്മറീസ് മൊത്തം മച്ചിലാന്ന് തോന്നുന്നു. എന്താ വെച്ചില്ല? പ്രിയമുള്ളവരെ, SR ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേള ഉടൻ ആരംഭിക്കുന്നതാണ്. അതിനു മുമ്പായി അല്പസമയം മുമ്പ് നടന്ന ബലൂൺ പൊട്ടിക്കൽ മത്സരത്തിന്റെ വിജയികൾക്കായുള്ള സമ്മാനദാനം. ഫസ്റ്റ് പ്രൈസ് ചന്ദ്രിക രവീന്ദ്രൻ. ചന്ദ്രിക രവീന്ദ്രൻ. പാട്ടുകാരി പെണ്ണേ നീയൊരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? പാട്ടുകാരി പെണ്ണേ നീയൊരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? കണ്ണുനീരു മാറ്റണോ വെണ്ണിലാവ് കാട്ടണോ? കണ്ണുനീരു മാറ്റണോ വെണ്ണിലാവ് കാട്ടണോ? എന്നും എൻ്റെ പൊൻകിനാക്കൾ പങ്കുവെക്കണോ പങ്കുവെക്കണോ? പാട്ടുകാരി പെണ്ണേ നീയൊരു പന്തലിലേറി എൻ്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? എൻ്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? അബേട്ടാ, അബേട്ടാ, അബേട്ടാ. വർഷങ്ങളായിട്ട് ഈ കൈവെള്ളയിൽ അല്ലെങ്കിൽ കൈത്തണ്ടയിൽ കൊണ്ടുനടന്ന പെണ്ണിനെയാണ് നീ ബിബീഷൻ. അത് ശരി. ഇത് ഇയാൾ ഇത്രയും കാലമായിട്ട് ഓളോട് പറഞ്ഞോ? ഇപ്പൊ എന്നെ ലൈക്ക് ചെയ്യുന്ന പറയുമ്പോ കണ്ണടിയല്ലത്. അബേട്ടാ, അതെന്താ പറയാൻ ചെയ്? 10ാം ക്ലാസ്സിലെ സെൻഡ് ഓഫ് ഡേ. ഓളെന്ന് 5 പേജില് അവസാനത്തെ പേജിൽ ഓൾ ആദ്യമായി കുറിച്ചു. MA പഠിച്ചാലും PA പഠിച്ചാലും എന്നെ മറക്കരുത്. അയ്യേ, അലമ്പ് ഫ്ലാഷ് ബാക്ക്. അമലെ, ശേ, അബേറിനുള്ളു ഓർക്കണ്ട. കണ്ടിന്യൂ. എന്നിട്ട് താഴെ ഓൾ എഴുതി, എന്നും അഭിഹേട്ടന്റെ. ഉഫ്, റൊമാൻറ്റിക്. എന്നിട്ട് നീണ്ട 13 വർഷം ഞങ്ങൾ പരസ്പരം ഒന്നും മിണ്ടിയില്ല. സൈലന്റായി ഞാൻ ഓളെ പ്രണയിച്ചു. ഓളുടെ ഓരോ ചിരിയിലും ആ പഴയ പ്രണയം ഉണ്ടെന്ന് കരുതി സമയാവാൻ ഞാൻ കാത്തിരുന്നു. എന്റെ പ്രണയം ഈ നാട്ടിലെ നിങ്ങളൊഴികെ ഒരു പട്ടിക്കുഞ്ഞിന് പോലും അറിയില്ല. എന്തിന് എന്റെ പവിയോടിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഓള് പോലും അറിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോ വൈകി പോലെ തോന്നുന്നു. ആ ഞഞ്ഞായി. എന്നാലും കല്യാണമൊക്കെ ഇത്ര പെട്ടെന്ന്. അതെന്നാ അറിയാ, ഒരു ദിവസം ഞാൻ അവളെ വിളിച്ചു തരാം. ഓളെ ഒച്ചയുണ്ട് ജനാർദ്ദനെ പോലെ. ആരി ഓളച്ചൻ. അങ്ങനെ ഓളെ വീട്ടിൽ പിടിച്ചു. ചോദിച്ചാൽ ഓള് പറഞ്ഞു എന്നെ മാത്രം കല്യാണം കഴിക്കൂ. സ്വീറ്റ് ഗേൾ. കോളേജ് ടൈം കൊണ്ട് എന്നെ അത്ര ഇഷ്ടം. ഓ, ആലോചിക്കുമ്പോ തന്നെ രോമാഞ്ചം വരുന്നു. ഇതടാ ഉണ്ട് മദർ പ്രോമിസ്. ബിബീഷേ, എന്താണ് തീരുമാനം? അബിയേട്ടിന് വേണ്ടി ഒരു ത്യാഗം? നോ, നെവർ. ആദ്യമായിട്ടൊന്നും ഒരു ചെന്നെ ഇഷ്ടാന്ന് പറയുന്നു. ഫസ്റ്റ് ടൈം അത് ഞാൻ വിളിക്കും.